Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ പാനൽ ചികിത്സാരേഖകൾ പരിശോധിക്കും. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ പാനൽ ചികിത്സാരേഖകൾ പരിശോധിക്കും. 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡോക്ടേഴ്സിന് വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജനറൽ അനസ്തേഷ്യ നൽകിയത് മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ട്. ശസ്ത്രക്രിയ നടത്തേണ്ട മുറിവ് ദേവാൻ ശൗര്യയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അനസ്തേഷ്യ നൽകിയപ്പോൾ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടു. 10 മിനിറ്റിനുള്ളിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു വന്നതായും പരിയാരത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മുഖത്തെ പരിക്കിന് അനസ്തേഷ്യ നൽകേണ്ട സാഹചര്യമില്ലായിരുന്നു. അതേസമയം മറ്റു സാഹചര്യങ്ങൾ കൊണ്ട് മസ്തിഷ്ക മരണം സംഭവിക്കാം. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കുട്ടിയുടെ ആന്തരികാവയവങ്ങൾ കോഴിക്കോട്ടെ ലാബിൽ പരിശോധിക്കും. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആശുപത്രിയിൽ നൽകിയ ചികിത്സയും മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും കേസ് അന്വേഷണം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലുങ്കി ഉടുത്ത് മടക്കിക്കുത്തി കർഷകനായി വയലിലെ ചെളിയിലിറങ്ങി MLA ഞാറ് നട്ടപ്പോൾ മുതിർന്ന കർഷകർ ഉൾപ്പെടെ കയ്യടികളോടെ പ്രോത്സാഹിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഒളവറ ഉളിയം വടക്ക് വയലിൽ നടത്തിയ മഴപ്പൊലിമയുടെ ഉദ്ഘാടനം നടത്തിയാണ് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ വയലിലെ ചെളിയിൽ ഞാറ് നട്ടത്. ലുങ്കി ഉടുത്ത് മടക്കിക്കുത്തി കർഷകനായി വയലിലെ ചളിയിലിറങ്ങി MLA ഞാറ് നട്ടപ്പോൾ മുതിർന്ന കർഷകർ ഉൾപ്പെടെ കയ്യടികളോടെ പ്രോത്സാഹിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ഒളവറ ഉളിയം വടക്ക് വയലിൽ നടത്തിയ മഴപ്പൊലിമയുടെ ഉദ്ഘാടനം നടത്തിയാണ് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ വയലിലെ ചളിയിൽ ഞാറ് നട്ടത്. ചേറ് നിറഞ്ഞ പാടത്താണ് അന്നം വിളയിക്കാനാവുക എന്ന സന്ദേശമുയർത്തിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ മിഷനും ചേർന്ന് മഴപ്പൊലിമ സംഘടിപ്പിച്ചത്. മഴപ്പൊലിമയുടെ ഭാഗമായി നിരവധി മത്സരങ്ങളും ഉളിയം വടക്ക് വയലിൽ നടത്തി. ഒളവറ മുണ്ട്യ ജംഗ്ഷനിൽ നിന്നും 100 കണക്കിന് ആളുകൾ അണിനിരന്ന ഘോഷയാത്രയോടെയാണ് മഴപ്പൊലിമയ്ക്ക് തുടക്കമിട്ടത്. പാടശേഖരത്തെ വയലിൽ ഞാറു നടുന്നതിന് നാട്ടിപ്പാട്ട് അകമ്പടിയായി. രാധാമുകുന്ദൻ, സത്യൻ, ബാബു ഒളവറ എന്നിവരുടെ ടീമും നാടൻ പാട്ടുമായി മഴപ്പൊലിമയെ സംഗീത സാന്ദ്രമാക്കി. തുടർന്ന് ഒറ്റക്കാലിലോട്ടം, നിധി കണ്ടെത്തൽ, ബലൂൺ ഫൈറ്റിംഗ്, നാടൻ പാട്ട്, ഷൂട്ടൌട്ട് മത്സരം, CDS അംഗങ്ങളുടെ ഫ്യൂഷൻ ഡാൻസ്, വനിതാ കമ്പവലി തുടങ്ങിയവ നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ MV വിജയൻ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ MK പ്രസന്ന, അഷ്റീഫ ജാബിർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ KP സുഹറ, ഉപജീവന ഉപസമിതി കൺവീനർ K ശുഭകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വിജയയാത്ര 2026 പരിപാടി സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം കൈമാറി. KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന വിജയയാത്ര 2026 പരിപാടി പയ്യന്നൂർ ക്ഷീര ടവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് പാർലമെന്റ് അംഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം കൈമാറി.
KSU സംസ്ഥാന സമിതി അംഗം ആകാശ് ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ജൈത്രയാത്രയെ സൂചിപ്പിക്കുന്ന പ്രിയദർശിനി ബസ് മോഡൽ മൊമെന്റോ ശ്രദ്ധേയമായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോം, ഷനൂജ് ചനലത്ത്, വൈഷ്ണവ് TT, നവനീത് ഷാജി, സുജിഷ്ണ സുജിത്, അഭിനവ് VK, ജഹനു വിഭാസ്, വിശാൽ M എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം റെഡ് സ്റ്റാർ കോവൽ സംയുക്താഭിമുഖ്യത്തിൽ P. ജയരാജൻ രചിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. MV ചന്ദ്രൻ പുസ്തക പരിചയം നടത്തി. ചെറുതാഴം കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം റെഡ് സ്റ്റാർ കോവൽ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന സനാതനധർമ്മത്തെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുന്ന P. ജയരാജൻ രചിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. MV ചന്ദ്രൻ പുസ്തക പരിചയം നടത്തി. PP ബാലൻ അധ്യക്ഷത വഹിച്ചു. പുസ്തക രചയിതാവ് P. ജയരാജൻ പുസ്തകത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. വായിച്ചു പോകാവുന്ന ഒന്നല്ല, കൂടുതൽ മനസ്സിരുത്തി വായിക്കണം. അപ്പോൾ ഒരു തവണ വായിച്ച് വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണോ ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ്. അപ്പോൾ സാവകാശം വായിക്കുക, കുറേശ്ശെയായി വായിക്കുക, ഇതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഈ പുസ്തകത്തിന് വലിയ നിലക്കുള്ള ഒരു സ്വീകാര്യത വായനാ സമൂഹത്തിൽ നിന്നുണ്ടായിരിക്കുകയാണ്. അത് എഴുതിയത് ഞാനായതുകൊണ്ടല്ല, നേരെ മറിച്ച് ഇത്തരമൊരു പുസ്തകം കേരളീയ സമൂഹത്തിൽ സ്വീകരിക്കപ്പെടാൻ ഇടയായിട്ടുള്ള ഒരു ഭൗതിക സാഹചര്യം. M. ശ്രീധരൻ, V. രമേശൻ, T. രമേശൻ, AV. രവീന്ദ്രൻ, MV. രാജീവൻ, KC തമ്പൻ, K. മനോജ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. CPIM കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന മാടക്ക ദാമോദരന്റെ 2ാം ചരമവാർഷിക ദിനവും അനുസ്മരണ സമ്മേളനവും നടത്തി. CPIM മാടായി ഏരിയ സെക്രട്ടറി M. ശ്രീധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന മാടക്ക ദാമോദരന്റെ 2ാം ചരമവാർഷിക ദിനവും അനുസ്മരണ സമ്മേളനവും നടത്തി. CPIM മാടായി ഏരിയ സെക്രട്ടറി M. ശ്രീധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് സമയത്തിലൂടെ പോകുമ്പോഴും അവസാനം മനസ്സിലുണ്ടാവും, ഉണ്ടാവും, വീട്ടിലുണ്ടാവും, സ്കൂളിലുണ്ടാവും, എവിടെയൊക്കെ നമ്മളുടെ ഒരു മുഖം കാണുന്ന TP പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. NV പ്രസാദ്, കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PP ദാമോദരൻ, CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EP ബാലകൃഷ്ണൻ, TV ചന്ദ്രൻ, ലോക്കൽ സെക്രട്ടറിമാരായ VP സുഭാഷ്, TV രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രം ഭക്തരുടെ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് നശിപ്പിക്കപ്പെട്ടതായി പറയപ്പെടുന്ന ഈ ക്ഷേത്രം പിന്നീട് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ വീണ്ടും ഉയർന്നു വന്നു. പരമശിവന്റെ സ്വയംഭൂ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളതെന്നാണ് വിശ്വാസം. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15 നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന്റെയും മറ്റ് വിശേഷ പൂജകളുടെയും ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദിവസേന 100 കണക്കിന് ഭക്തരാണ് അനുഗ്രഹം തേടി മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രത്തിൽ എത്തുന്നത്. മാടായിപ്പാറയുടെ മനോഹരമായ പ്രകൃതിയിലുള്ള ഈ പുരാതന ക്ഷേത്രത്തിലേക്ക് കേരളത്തിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തരും എത്തിച്ചേരുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവും ഒരുമിക്കുന്ന ഈ ക്ഷേത്രം ഇന്നും ആത്മീയ കേന്ദ്രമായി നിലകൊള്ളുകയാണ്. ഓഗസ്റ്റ് 15 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, കുടുംബ ഐശ്വര്യപൂജ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ഇതിന്റെ ഭാഗമായി വഴിപാട് കൗണ്ടറിന്റെയും ഫണ്ട് ശേഖരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് മുൻ തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ MB ഉണ്ണികൃഷ്ണൻ വഴിപാട് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഒന്നുമല്ലാത്ത ഒരു സ്ഥലത്ത്
ഒരു ചെറിയ കരിങ്കൽ പ്രതിമ, അതാണ് സത്യത്തിലൂടെ ഉണ്ടായിരുന്നത്. ഞാൻ മാടായി ഗവൺമെൻറ് ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ ആ കരിങ്കൽ പ്രതിമക്കകത്ത് കുറേ കരിങ്കല്ല് കൂനകൾ ആളുകൾ പറക്കിയെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ച എനിക്ക് ഓർമ്മ വരിക. അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ഭാസ്കരൻ ഉണ്ടായിരുന്നു, അദ്ദേഹം BDO ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ആദ്യഘട്ടത്തിൽ അതിനുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ അക്ഷാന്ത പരിശ്രമത്തെ തുടർന്നാണ് ഇന്നീ കാണുന്ന മടുകുന്ന മഹാശിവക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി ഫണ്ട് ശേഖരണത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. നമ്പ്രാടത്ത് ഭാസ്കരൻ, IV ദിനേശൻ, PV മോഹനൻ എന്നിവർ ആദ്യ സംഭാവനകൾ നൽകി. സെക്രട്ടറി TV കുഞ്ഞിരാമൻ, മാനേജർ KV നന്ദനൻ, VV മുരളീകൃഷ്ണൻ, സതീഷ് വെങ്ങര, KV അജിത് കുമാർ, കുപ്പത്തി ചന്ദ്രൻ, T അയ്യപ്പൻ, കുടച്ചേരി ശ്രീജിത്ത്, N മാധവൻ, കുടച്ചേരി മധു എന്നിവർ സംസാരിച്ചു. കർക്കിടക മാസത്തിലെ വിശേഷ പൂജകളിൽ വലിയ തോതിൽ ഭക്തജന പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ആത്മീയ വിശ്വാസവും കൂട്ടായ്മയുടെ കരുത്തും വിളിച്ചോതുന്ന മാടായി ശ്രീ വടുകുന്ത ശിവക്ഷേത്രം വീണ്ടും ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ ഈ ക്ഷേത്ര നവീകരണ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അങ്ങനെ ഈ മഹാക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളത്തിലെ നമ്പർ 1 എഡ്യൂക്കേഷണൽ ഗൈഡൻസ് സെന്ററായ സ്കിൽ ബ്രിഡ്ജിന്റെ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം പെരുമ്പ ഹുസൈൻ മാളിൽ നടന്നു. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ നമ്പർ 1 എഡ്യൂക്കേഷണൽ ഗൈഡൻസ് സെന്ററായ സ്കിൽ ബ്രിഡ്ജിന്റെ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം പെരുമ്പ ഹുസൈൻ മാളിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിൽ പുതുതായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന സ്കിൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥാപനം, ഇത് പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ ഭാവി ഏറ്റവും കൃത്യമായി നിർണ്ണയിക്കുന്നതിന് അവരെ സഹായിക്കുന്ന ഒരു സംരംഭമായിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. MD മിഥുൻ R രമേശ് ചടങ്ങിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. റിട്ടയർഡ് അധ്യാപകരായ KV രാഘവൻ, K മനോഹരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പെരുമ്പ ബ്രാഞ്ചിന്റെ പ്രവർത്തനം. ജിതേഷ് മാതമംഗലം, ഷിജോയ് ഈച്ചാട്ടിൽ, TV ഗണേശൻ, മധു എരമം, O രാമചന്ദ്രൻ, തേജു CK തുടങ്ങിയവർ സംബന്ധിച്ചു. MBBS, BDS, MD, MS, പാരാമെഡിക്കൽ കോഴ്സ്, എഞ്ചിനീയറിംഗ്, BBA, BCA, MBA, MCA എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നീറ്റ് സംബന്ധമായ എല്ലാ സംശയങ്ങളും ഇവിടെ നിന്നും ദൂരീകരിക്കുന്നതായിരിക്കും. കരിയർ കൗൺസിലിംഗ്, അഡ്മിഷൻ ഗൈഡൻസ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ബാങ്ക് ലോൺ അസിസ്റ്റൻസ്, ട്രാവൽ അസിസ്റ്റൻസ്, ലോക്കൽ ഗാർഡിയൻ, അക്കോമഡേഷൻ തുടങ്ങിയ സേവനങ്ങളും സ്കിൽ ബ്രിഡ്ജ് എഡ്യു ഗൈഡൻസിൽ നിന്നും ലഭ്യമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വലിയപറമ്പ് കന്നുവീട് കടപ്പുറത്ത് വീടിന് തീപിടിച്ച വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. വലിയപറമ്പിലെ K സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് തീപിടിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. K മുനീറും കുടുംബവുമാണ് വീട്ടിൽ താമസിക്കുന്നത്. വീടിന് പുറത്തെ അടുപ്പിൽ നിന്നും അടുക്കളയോട് ചേർന്ന വിറകുകൂനയ്ക്ക് തീപിടിച്ചാണ് അപകടമുണ്ടായത്. ജനലിലൂടെ വീടിനകത്തേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. അടുക്കളയിലെ ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, മിക്സി തുടങ്ങിയ വീട്ടുപകരണങ്ങളാണ് കത്തിനശിച്ചത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സേനാംഗങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വീട്ടിൽ കെട്ടിയാടിയ മുത്തപ്പന് കിട്ടിയ തൊഴുതുവരവ് IRPCക്ക് നൽകി. പുത്തൂർ ഒയോളത്തെ സഞ്ജിത്തിന്റെയും അരുണിമയുടെയും ഗൃഹപ്രവേശത്തിലാണ് ഈ മാതൃകാ പ്രവർത്തനം ഉണ്ടായത്. വീട്ടിൽ കെട്ടിയാടിയ മുത്തപ്പൻ തനിക്ക് കാണിക്കായി കിട്ടിയ തൊഴുതുവരവ് IRPCക്ക് നൽകി മാതൃകയായി. പുത്തൂർ ഒയോളത്തെ സഞ്ജിത്തിന്റെയും അരുണിമയുടെയും ഗൃഹപ്രവേശ ചടങ്ങിലാണ് ഈ മാതൃകാ പ്രവർത്തനം നടന്നത്. IRPC പെരളം രക്ഷാധികാരി K മധു തുക ഏറ്റുവാങ്ങി. KV രാധാമണി, K രമേശൻ, KP ശ്രീധരൻ, P ഹരികുമാർ, K മനുരാജ്, AK സുമേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ തിങ്കളാഴ്ചത്തെ വിജയിയെ തിരഞ്ഞെടുത്തു. പയ്യന്നൂരിലെ ഏകനാഥൻ, മുനീബ് ബിരിച്ചേരി എന്നിവരാണ് വിജയികൾ.
വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലും കൃഷ്ണ ട്രേഡേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 പ്രവചന മത്സരത്തിന്റെ തിങ്കളാഴ്ചത്തെ വിജയിയെ തിരഞ്ഞെടുത്തു. പയ്യന്നൂർ സ്വദേശിയായ ഏകനാഥൻ, മുനീബ് ബീരിച്ചേരി എന്നിവരാണ് വിജയികൾ. വിജയികൾക്ക് കൃഷ്ണ ട്രേഡേഴ്സിൽ വെച്ച് സമ്മാനം നൽകി. ജൂൺ 29 മുതലാണ് പ്രവചന മത്സരം ആരംഭിച്ചത്. വേൾഡ് കപ്പ് മത്സരം അവസാന ദിവസം വരെയും പ്രവചന മത്സരം തുടരും. പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവചനവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പ് രാത്രി 8 മണിക്ക് മുൻപായി പെരുമ്പ ബൈപ്പാസ് റോഡിൽ ഐ ഫൗണ്ടേഷൻ എതിർവശത്തുള്ള കൃഷ്ണ ട്രേഡേഴ്സിൽ എത്തിക്കുക. നറുക്കെടുപ്പ് രാവിലെ 10 മണിക്ക്. കൂടാതെ വേൾഡ് കപ്പ് ഫൈനൽ മത്സര വിജയികളെയും നേടുന്ന ഗോളും കൃത്യമായി പ്രവചിക്കുന്നവർക്ക് കൃഷ്ണ ട്രേഡേഴ്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് സമ്മാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ UV സുരേന്ദ്രന്റെ ചികിത്സാർത്ഥം സർവീസ് നടത്തിയ ഡബിൾ ബെൽ ബസ് ഒരു ദിവസം നേടിയ കളക്ഷൻ 1 ലക്ഷത്തിലധികം രൂപ. നെറ്റ്വർക്ക് ചാനൽ വാർത്ത തുണയായതായി ബസ് കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ ബസ് കൂട്ടായ്മ ഈ റീസെൻ്റ്ലി നമുക്ക് അയ്യോളം സുരേന്ദ്രൻ്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് 1 ലക്ഷത്തിലേറെ പൈസ സ്വരൂപിക്കാൻ നമ്മൾ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാവരും നാട്ടുകാരും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും നമ്മളെ ഡബിൾ ബെൽ കൂട്ടായ്മ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് അയ്യോളത്തെ നാട്ടുകാരെയും അതിൻ്റെ കമ്മിറ്റിക്കാരെയും ഡബിൾ ബെല്ലിന് വേണ്ടി ആശംസകൾ അറിയിക്കുക. പുരോഗമന കലാസാഹിത്യ സംഘം പള്ളിക്കോവൽ ആൻഡ് പാലക്കുന്ന് യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടി ഗ്രന്ഥകർത്താവ് P. ജയരാജൻ പങ്കെടുത്ത് സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പള്ളിക്കോവൽ ആൻഡ് പാലക്കുന്ന് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ P. ജയരാജൻ എഴുതിയ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തെ മുൻനിർത്തി ചർച്ച സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രന്ഥകർത്താവ് P. ജയരാജൻ നിർവഹിച്ചു. വിഷയങ്ങളെ നമുക്കെങ്ങനെ നേരിടാം? മുന്നിൽ നമ്മുടെ മുമ്പിൽ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ വിഷയങ്ങളെ എങ്ങനെ നേരിടാം? അപ്പോൾ പ്രായോഗികമായുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ചെറിയ കരുത്ത് പകരുന്ന ഒരു പുസ്തകമാണ് ഇത് എന്നാണ് ദേവകയുടെ ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നുള്ള പുസ്തകം ഈ കഴിഞ്ഞ മെയ് 20-നാണ് കണ്ണൂരിൽ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായി പ്രകാശനം ചെയ്തത്. ഇപ്പോൾ ജൂലൈ മാസമാണ്. ഈ 2 മാസത്തിനകം ഇതിൻ്റെ 6ാമത്തെ പതിപ്പ്. ചടങ്ങിൽ PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി മലയാളം പ്രൊഫസർ റഫീഖ് ഇബ്രാഹിം പുസ്തകം പരിചയപ്പെടുത്തി. TV നിശാന്ത് മാസ്റ്റർ, MV പവിത്രൻ, MV വിജയകുമാർ, K. നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് ഗ്രാമസഭയിൽ മാതൃകാ ശുചിത്വ പ്രവർത്തക ഡോക്ടർ ശീതളിനെ അനുമോദിച്ചു. പെരളം AKG വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉപഹാരം നൽകി അനുമോദിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് ഗ്രാമസഭ മാതൃകാ ശുചിത്വ പ്രവർത്തക ഡൽഹി സ്വദേശിനി ഡോക്ടർ ശീതളിനെ അനുമോദിച്ചു. പെരളം AKG വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് RK സുധാമണി ഉപഹാരം നൽകി അനുമോദിച്ചു. ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ ഷീന KP, സുലോചന P, സുനിമോൾ, ചന്ദ്രമതി TV, കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രമായ ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രമായ ചെറുതാഴം രാഘവപുരം ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം ജൂലൈ മാസം 16 മുതൽ ആഗസ്റ്റ് 17 വരെ നടക്കും. മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ നവാഹയജ്ഞം, ഭാഗവത സപ്താഹം, രാമായണ സപ്താഹം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, രാമായണ പാരായണം, വിവിധ കലാപരിപാടികൾ, നിറമാല, ദീപാലങ്കാരം എന്നിവ ഉണ്ടാകും. ജൂലൈ 17 മുതൽ 25 വരെ കാനപ്രം ഈശ്വരൻ നമ്പൂതിരി ആചാര്യനായി വാൽമീകി രാമായണം നവാഹയജ്ഞം നടക്കും.
16 വൈകിട്ട് 6 മണിക്ക് യജ്ഞത്തിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ അജീഷ് നിർവഹിക്കും. 26 വൈകിട്ട് 5:30 ഭാഗവത സപ്താഹത്തിന്റെ ഉദ്ഘാടനം അമൃതാനന്ദമയി മഠം കണ്ണൂർ അധിപതി അമൃത കൃപാനന്ദപുരി നിർവഹിക്കും. ഭാഗവത വംശി ഡോക്ടർ പ്രദീപ് വർമ്മയാണ് ആചാര്യൻ. ഓഗസ്റ്റ് 3 മുതൽ 8 വരെ മധുസൂദന മാരാർ, രാമപുരം ഡോക്ടർ പുനലൂർ പ്രഭാകര സ്വാമി, ദേവകി അന്തർജനം അനിത, ഭാഗവത തിലകം പന്നിയോടി ഈശ്വരൻ നമ്പൂതിരി, പാണപ്പുഴ പത്മനാഭ പണിക്കർ തുടങ്ങിയവർ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തും. ഓഗസ്റ്റ് 16 ഉദയാസ്തമയ രാമായണ പാരായണം, 17 വിശേഷാൽ പൂജ, ചുറ്റുവിളക്ക് എന്നിവയോടെ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന രാമായണ ഉത്സവത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റ് പ്രതിനിധി വാരണക്കോട് ഹരികൃഷ്ണൻ നമ്പൂതിരി, എക്സിക്യൂട്ടീവ് ഓഫീസർ CP ബീന, KV ഗോകുലാനന്ദൻ, പുതിയടത്ത് പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ പെരളം സൗത്ത് യൂണിറ്റ് കൺവെൻഷനും അനുമോദനവും കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടന്നു. ബ്ലോക്ക് ട്രഷറർ വി ജനാർദ്ദനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ പെരളം സൗത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും അനുമോദനവും കരിവള്ളൂർ പെൻഷൻ ഭവനിൽ നടന്നു. ബ്ലോക്ക് ട്രഷറർ വി ജനാർദ്ദനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ കരുണാകരൻ മാസ്റ്റർ നവാഗതരെ സ്വീകരിക്കുകയും ആർ ഗംഗാധരൻ മാസ്റ്റർ നവാഗതരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. +2 പരീക്ഷയിൽ 1200-ൽ 1200 മാർക്കും നേടിയ കട്ടച്ചേരിയിലെ ദേവദർശി P, കൃഷി വിജ്ഞാൻ അവാർഡ് നേടിയ AV നാരായണൻ, ചിത്രകാരനും ശില്പിയുമായ PP ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കെ സുധാകരൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, KV നളിനി ടീച്ചർ, കെ തങ്കമണി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. നടക്കാവ് റോട്ടറി കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ KA കുര്യാച്ചൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ തൃക്കരിപ്പൂർ റോട്ടറിയുടെ പുതിയ ഭാരവാഹികളുടെ ചുമതലയേൽക്കുന്ന ചടങ്ങ് നടക്കാവ് റോട്ടറി കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്നു. അഡ്വക്കേറ്റ് TV മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ് ചുമതലയേറ്റത്. ഡിസ്ട്രിക്ട് മുൻ ഗവർണർ KA കുര്യാച്ചൻ മുഖ്യാതിഥിയായി. ചടങ്ങിൽ TK റാണി അധ്യക്ഷത വഹിച്ചു. സേവന പദ്ധതികളുടെ ഉദ്ഘാടനം റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ലക്ഷ്മി നാരായണ പ്രഭു നിർവഹിച്ചു. KM രമേശൻ ക്ലബ്ബ് ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു. വിദ്യാഭ്യാസ സേവന പദ്ധതികൾ ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കോർഡിനേറ്റർ C സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. VV ഗോപാൽ, KV ഗംഗാധരൻ, MV ബാലകൃഷ്ണൻ, ഡോക്ടർ സ്വപ്ന ശ്രീകുമാർ, ബിന്ദു രാജഗോപാൽ, പാർവതി മധുസൂദനൻ തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. ഉന്നത വിജയികൾക്ക് അനുമോദനവും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായ വിതരണവും ചടങ്ങിൽ നടന്നു. റോട്ടറി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.